ഈ അവസാന കാലത്ത് നമ്മുടെ ഒരു കഥാപാത്രം അദ്ദേഹത്തിനെ ഇറിറ്റേറ്റഡ് ആക്കാൻ ഇടയായി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പോൾ അത് ഭയങ്കര സങ്കടമാണ്. എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, ദുഷ്ടൻ, എൻ്റെ ഒരു ക്ലോസപ്പ് പോലും എടുത്തില്ല, അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് ഒരു ക്ലോസപ്പിൽ വന്നാലല്ലേ അത് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ചെയ്യണമെന്ന്. അവസാനം ഞാൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു, ഇതിന് വന്നില്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അകത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പുറത്ത് നിന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ അകത്ത് പോയിട്ട് പൂജകളൊക്കെ ചെയ്യാറുണ്ട്. മുള്ളാടിപ്പപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു കഥാപാത്രം അറം പറ്റിയ പോലെ മുള്ളാടിപ്പപ്പ നടക്കുന്ന പോലെയായിരുന്നു അവസാനം മാളച്ചേട്ടൻ നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ കോളേജ് പഠനകാലത്ത് മലയാള സിനിമയിൽ കൊമേഡിയന്മാർ കുതിരവട്ടം പപ്പുച്ചേട്ടൻ, മാള ചേട്ടൻ, ജഗതി ചേട്ടൻ, ഇവരെ 3 പേരായിരുന്നു ഏറ്റവും പ്രധാന കൊമേഡിയൻ. അതിൽ തന്നെ ഒരു സീസണിൽ മാളച്ചേട്ടൻ അങ്ങോട്ട് കത്തിക്കയറി. മാളച്ചേട്ടനില്ലാത്ത സിനിമയില്ല എന്നുള്ള നിലയിലാണ്. മാളച്ചേട്ടൻ്റെ തമാശകൾ മറ്റുള്ളവരിൽ നിന്ന് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബഫൂണറി എന്നൊക്കെ പറയുന്ന പോലെ ഈ സ്ലാപ്സ്റ്റിക് നേച്ചറിലുള്ള, പിന്നെ ഈ സർക്കസിലൊക്കെ ചില കോമാളികൾ ചെയ്യുന്ന ചില തരം സാധനങ്ങൾ, അതൊക്കെ ഉള്ള പരിപാടിയാണ്. ഈ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഈഗിൾസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ചിത്രശലഭങ്ങൾ, ബട്ടർഫ്ലൈസ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അയ്യാ, തിരിച്ചു വന്ന് എന്നെ രണ്ടാമതും ചീത്ത പറയാനായിരുന്നല്ലേ? പറയാനുള്ള വൺസ് അപ്പോൺ എ ടൈം പറഞ്ഞിട്ട് പോയാ പോരായിരുന്നു. ഇതിന് ഒരു ഡോക്ടർ ആവുമായിരുന്നു. നമ്മൾ എത്ര വണ്ടി ഓടിച്ചതാ. മോറീസ് മൈനർ, ടയോട്ട, വോക്സ്വാഗൻ, ഡാറ്റ്സൺ, ഡോബർമാൻ, മാച്ച്ലെസ്. അതുമല്ലെങ്കിൽ തന്റെ വീട്ടില് 2 സിന്ധി പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ? അതിൽ ഒരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ചെയ്യില്ലച്ചോ. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് 2 സിന്ധി പശുക്കൾ ഉണ്ടച്ചോ. അപ്പം ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്, സാജൻ സാറ് ഡയറക്റ്റ് ചെയ്ത കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് മാളച്ചേട്ടനാണ്. ആണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സിനിമയിലൊക്കെ മാളച്ചേട്ടൻ റഹ്മാൻ്റെ ഗാർഡിയനായിട്ട് കോളേജിൽ വരുന്ന ഒരു സീനുണ്ട്. അതിൽ മാളച്ചേട്ടൻ ശരിക്കും ബീഡി തീർപ്പുകാരനാണ്, പക്ഷെ വലിയ ദുബായ്ക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കോളേജിൽ കൊണ്ടുവരുന്നത്. ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ കുഴി വല്ല ദുബായിന്നാ. അപ്പൊ ദുബായിൽ എന്താണോ പോസ്റ്റ്? വലിയ പോസ്റ്റ് ആയിരിക്കും. വലിയ പോസ്റ്റ്, എക്സ്പോസ്റ്റ് ഇമ്പോസ്റ്റ്. ഓ അത് ശരി, എക്സ്പോർട്ട് ഇമ്പോർട്ട്. അപ്പോൾ ഈ സംസാരത്തിനിടയിൽ മേശപ്പുറത്ത് കിടന്ന ഒരു കത്തിരികയും ഒരു പച്ച പേപ്പർ മേശപ്പുറത്ത് വിരിച്ചിട്ടുണ്ട്. ആ പേപ്പർ വർത്താനത്തിനിടയിൽ പുള്ളി ടെൻഷനായിട്ട് അത് വെട്ടിയിട്ട് അതുകൊണ്ട് ബീഡി തീർക്കും. അപ്പോൾ പ്രിൻസിപ്പൾ സംസാരിച്ച് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് മേശപ്പുറത്ത് നോക്കുമ്പോൾ മേശപ്പുറത്ത് മുഴുവൻ പച്ച കളർ ബീഡികൾ കിടക്കുന്നുണ്ട്. അത് പൊട്ടിച്ചിരിച്ചു പോകുന്ന സംഗതികളാണ്. അത്തരം തമാശകളാണ് മാളച്ചേട്ടൻ സിനിമയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് ശരി. അപ്പൊ ദുബായിൽ ബീഡി തിരപ്പായിരുന്നു ജോലിയില്ലേ? മാളച്ചേട്ടൻ ബേസിക്കലി നാടക രംഗത്തു നിന്ന് വന്ന ആളാണ്. മാളച്ചേട്ടൻ്റെ ബേസിക് നാടകത്തിൽ തബലിസ്റ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില ശബ്ദത്തിലുള്ള അതെ ഓ ഓ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ശബ്ദത്തിലുള്ള വേരിയേഷൻസ് കൊണ്ടൊക്കെയാണ് അദ്ദേഹം തമാശകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് കണ്ടിട്ടുള്ള ഒരു സിനിമ അഗ്നിവലയം എന്തോ പറഞ്ഞിട്ടൊരു സിനിമയാണ്. അഗ്നിവലയം എന്നാണ് തോന്നുന്നത് എൻ്റെ പേര്. അത് പി ചന്ദ്രകുമാർ സാർ ഡയറക്റ്റ് ചെയ്തതാണ്. അന്ന് ഞാൻ സിനിമയുടെ ഡയറക്ടേഴ്സിനെയൊക്കെ നോക്കി വയ്ക്കുന്ന കാലമാണ്. അപ്പം അതൊരു പ്രേതകഥയാണ്. ആ സിനിമയിൽ വില്ലൻ ശങ്കരാടിച്ചേട്ടനാണ്. അവസാനമാണ് മനസ്സിലാവുക ശങ്കരാടിച്ചേട്ടനാണ് വില്ലൻ എന്നുള്ളതും യക്ഷിയൊന്നും ഇല്ല എന്നുള്ളതും. അന്ന് ഈ യക്ഷി വരുമ്പോൾ ഭയങ്കര മനോഹരമായൊരു പാട്ടുണ്ടാവും. യക്ഷിയുള്ള പ്രേതമുള്ള സിനിമയാണെങ്കിൽ ഒരു ഉഗ്രൻ പാട്ടുണ്ടാവും. അപ്പോൾ കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ സിനിമയിൽ നിഴലായി ഒഴുകി വരും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അത് ഭയങ്കര ഹിറ്റാണ്. ലിസയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതുപോലെ ഈ സിനിമയിലും നല്ല ഒരു പാട്ടൊക്കെ ഉണ്ട്. യാമിനി എന്ന മറ്റേ തുടക്കുന്ന ഒരു പാട്ടാണ്. അപ്പം അതിൽ മാളച്ചേട്ടനൊരു കവിയായിട്ടാണ്. അദ്ദേഹം ഈ റെസ്റ്റ് ഹൗസിൽ തൻ്റെ കവിതകളുമായിട്ട് വരികയും കവിത ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന സീനുകളാണ്. കടലേ നീലക്കടലേ നിലക്കടലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയായിട്ട് അദ്ദേഹം ചൊല്ലുന്നതൊക്കെ ഉണ്ട്.
എന്റെ പേര് കവി ദിനകരൻ, ദിഗ്വിജയം ദിനകരൻ. കരകാണ കടലേ കടലേ നിലക്കടലേ. ഒരു കാലത്ത് അദ്ദേഹം പപ്പിച്ചേട്ടനെയും ജഗതി ചേട്ടനെയൊക്കെ നിഷ്പ്രഭരാക്കിയിട്ട് കത്തി നിൽക്കുന്ന ഒരു സീസൺ. അതെല്ലാ ആക്ടേഴ്സിനും ഒരു സീസൺ, അവരുടെ അപ്രമാദിത്യമുള്ള ഒരു സീസൺ എല്ലാവർക്കും കിട്ടും. അങ്ങനെ മാളച്ചേട്ടനും ഒരു സീസൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാളച്ചേട്ടൻ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. തമാശകൾ ചെയ്യും, ക്യാരക്ടർ റോളുകൾ ചെയ്യും. അപ്പോഴും നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞ സിനിമയിൽ അന്ധനായിട്ടുള്ള ഒരു തെരുവ് ഗായകൻ്റെ റോൾ അദ്ദേഹം ചെയ്തു. അത് ആക്ച്വലി മമ്മൂക്കയുടെ കഥാപാത്രമായ വിദ്യാധരൻ്റെ ഇമാജിനേഷനിലുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. അപ്പോൾ മാളച്ചേട്ടനായാലും അന്ധനായിട്ടുള്ള ഒരു ഗായകനും ആ ജിപ്സി ഗ്രൂപ്പിലൊരു പെൺകുട്ടി പ്രായമാവുന്നതും വയസ്സറിയിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സോങ്ങിൻ്റെ സീക്വൻസൊക്കെ ഉണ്ട്. കോഴിക്കോട് ശ്രീധരൻ മാഷാണ് ആ പാട്ട് പാടിയത്. ജോൺസേട്ടനാണ് മ്യൂസിക്. തല ചായ്ക്കാനൊരു താഴ്വാരം നീലാകാശം മണിമേട ഋതുമതിരാവിന് ചൊറിഞ്ഞൊടുക്കാൻ നല്ല വെണ്ണിലാക്കോടിയും മിന്നും താലിയും എന്ന് പറഞ്ഞിട്ടൊരു നല്ല പാട്ടാണ്. അത് പാടുന്നത് മാളച്ചേട്ടൻ ഭയങ്കര സന്തോഷമാണ്. നല്ലൊരു പാട്ടുണ്ട് പാടാൻ. പിന്നെ ബ്ലൈൻഡായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം കലാഭവൻ മണി അതിനു മുമ്പ് വാസുദേവ ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ണുപൊട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കണ്ണു കാണാത്ത ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഓരോ അന്ധർക്കും ഓരോ മാനറിസംസ് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു അന്ധനുണ്ട്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു അന്ധൻ്റെ ക്യാരക്ടറുണ്ട്. അപ്പോൾ അത് മണി ചെയ്തതിൽ ആ സ്റ്റൈല് വന്നിട്ടില്ല എന്ന് പുള്ളിക്കറിയാം. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ ലോഹിയേട്ടനോട് പറഞ്ഞിട്ട് ആണ് ഈ ക്യാരക്ടറിനെ അന്ധനാക്കിയെന്നാണ് പുള്ളി എന്നോട് പറയുന്നത്. ആദ്യം തെരുവ് ഗായകൻ എന്നുള്ള നിലയിലായിരുന്നു. അങ്ങനെ ഈ അന്ധ ഗായകനെ പുള്ളി അവതരിപ്പിച്ചപ്പോൾ ആ സിനിമയുടെ ക്യാമറാമാൻ വേണു സാറായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആ അന്ധനായിട്ടിരിക്കുന്നതിൻ്റെ ഒരു ക്ലോസപ്പ് വരണം സിനിമയിൽ നിന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയിൽ വേണുചേട്ടൻ ക്ലോസപ്സ് ഒന്നും എടുത്തില്ല. അപ്പം അതിന് വേണുചേട്ടന് ന്യായമുണ്ട്. ഇത് ദൂരെ നിന്ന് ഒരു ദ്വാരത്തിലൂടെ, മതിലുള്ളൊരു ദ്വാരത്തിലൂടെ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടർ കാണുന്ന വിഷ്വലാണ്. അപ്പോൾ ക്ലോസപ്സ് ആ സീനിൽ വേണ്ടത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം മാക്സിമം ഒരു മിഡ് ഷോട്ട് ലോങ് ഷോട്ടിലാണ് ആ പരിപാടി. അപ്പോൾ അത് ഭയങ്കര സങ്കടമാണ്. എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, ദുഷ്ടൻ, എൻ്റെ ഒരു ക്ലോസപ്പ് പോലും എടുത്തില്ല, അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് ഒരു ക്ലോസപ്പിൽ വന്നാലല്ലേ അത് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ചെയ്യണമെന്ന്. എന്നോട് എപ്പോൾ കാണുമ്പോഴും പറയും, അതായത് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും പറയും. അങ്ങനെ ഞാൻ സംവിധായകനായി. ഞാൻ മറവത്തൂർ കനവ് കഴിഞ്ഞു, ചന്ദ്രനദിക്കുന്ന ദിക്കിൽ കഴിഞ്ഞു, രണ്ടാം ഭാവം കഴിഞ്ഞു. 3 സിനിമയിലും അദ്ദേഹത്തിന് റോളില്ല. അപ്പോൾ ഒരു പ്രാവശ്യം എവിടെയോ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സിനിമയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ മറന്നു. നിങ്ങളൊക്കെ അല്ലേ നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് തരേണ്ടത്, ഞാൻ എന്നും ഈ കോമാളിത്തരം കാണിച്ചാൽ മതിയോ, ഗൗരവമുള്ള റോളുകൾ ചെയ്യണ്ടേ. അപ്പോൾ ഗൗരവമുള്ള റോളുകളുടെ കാര്യം പറയുമ്പോൾ പുള്ളിക്ക് ഈ തിലകൻ ചേട്ടൻ്റെയൊക്കെ ചില എക്സ്പ്രഷൻസും ആക്ഷൻസൊക്കെ വരും. അങ്ങനെ മീശമാധവൻ വന്നപ്പോൾ, മുള്ളാണി പപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് സംശയമേ ഉണ്ടായില്ല അതാരാ ചെയ്യേണ്ടതെന്ന്. മാളച്ചേട്ടനോട് ക്യാരക്ടർ പറഞ്ഞു, കാലിൽ ആണിയുള്ള ആളാണ് മുള്ളാണി പപ്പൻ, ആൾക്കാരെ മുള്ളാണി വായിൽ വെച്ചിട്ട് തുപ്പും എന്നാണ് അയാളുടെ ഒരു സ്റ്റൈല്, അറ്റാക്കിങ് സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഡീറ്റെയിൽസൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ മനോഹരമായിട്ട് മീശമാധവനെ മോഷണത്തിൽ നിന്ന്, കുട്ടിക്കാലത്ത് നടത്തിയ മോഷണത്തിൽ അവനോട് ചെയ്യരുത് എന്നൊക്കെ ഉപദേശിക്കുന്ന കള്ളൻ്റെ ചേക്കിലെ മുൻ ആസ്ഥാന കള്ളനാണ് മുള്ളാണിപ്പപ്പൻ. നിങ്ങളുടെ പ്രസിഡന്റ് മാധവ, ഒരു 10 രൂപ ഗുരുദക്ഷിണായിട്ട് ചെന്നേ. ഇപ്പൊ തരാ എന്നാ പിന്നെ തരാ. പപ്പേട്ടാ, ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ചു. എനിക്കറിയാം, കള്ളത്താക്കൂടുണ്ടാക്കിയ ശ്രീകോവിലിന്റെ വാതിൽ തുറന്നത്. നീ ഉടലിക്കില്ല കയറാറ്. ഒരാൾക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മാളച്ചേട്ടൻ ആ സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമ ഭയങ്കര ഹിറ്റായി. എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ എന്തോ എവിടെയോ വെച്ചൊരു ഇത് കണ്ടപ്പോൾ എൻ്റെ നാളെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ നാളെ ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി നിനക്ക്, അപ്പോൾ പുള്ളി പിന്നെ
കാണുമ്പോൾ എനിക്ക് തോന്നി നിൻ്റെ നാള് സമയമൊക്കെ വെച്ച് ഞാൻ നോക്കിച്ചു. അപ്പോൾ ഇതിനക്ക് സർപ്പദോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യുക? അപ്പം മണ്ണാറശാല ആണ്, മാളയ്ക്കടുത്തുള്ള പാമ്പ് മേക്കാവാണോ മണ്ണാറശാലയാണോ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അവിടെ ഒന്ന് പോയിട്ടൊരു ചില വഴിപാടുകൾ ചെയ്യണം, നീ വരണം എന്നാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരാൾ പറയുമ്പോൾ നിരാശനാക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. എന്നെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ ഈ സ്ഥലത്ത് പോയി. അപ്പോൾ അകത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പുറത്ത് നിന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ അകത്ത് പോയിട്ട് പൂജകളൊക്കെ ചെയ്യാമെന്നാണ്. അങ്ങനെ അദ്ദേഹം അകത്ത് പോയിട്ട് അതിൻ്റെ അത്രയും എന്നോട് ഒരു കെയർ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം എക്സ് മിലിറ്ററിക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടർ, മദ്യം മിലിറ്ററി കോട്ട വെക്കുന്ന ഒരാളും ലോട്ടറി വിൽപ്പനയും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു. ഈ തർക്കം തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോ when I was in Dehradun. പിന്നെ ചെയ്തത് ചാന്തുപൊട്ടിലാണ്. ചാന്തുപൊട്ടിൽ ഒരു ക്യാരക്ടർ, ചാന്തുപൊട്ടിൽ ലാലേട്ടൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് 3 മക്കളൊക്കെ ഉള്ള ഒരു മുക്കോനായിട്ട് മാളച്ചേട്ടൻ ചെയ്തു. ഒന്നുമില്ലാണ്ട് ഈ കടലിൽ ഇങ്ങനെ കരിയുക. അല്ലേ അരി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്തിയേ? അരി മേടിക്കാൻ ചത്തുപോയതിന്റെ അച്ഛൻ കാശൊന്നും തടി. അങ്ങനെ എൻ്റെ കുറച്ചധികം സിനിമകളിൽ മാളച്ചേട്ടൻ ആ കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് ചില സുഖമില്ലാതെ ആവുക, പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ വരാൻ മടിക്കുക, വന്നു കഴിഞ്ഞാൽ തന്നെ ഡബ് ചെയ്യാൻ പറ്റില്ല. ഡബ് ചെയ്യാൻ വിളിക്കുമ്പോൾ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ മാറി, ഭയങ്കര ഉറപ്പ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഏതോ പടത്തിൽ അഭിനയിച്ചിട്ട് ഡബ് ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാവരും ഡബ്ബിങ്ങും കഴിഞ്ഞു, പുള്ളി മാത്രം ചെയ്യുന്നില്ല. വെച്ചാൽ എന്താ കാരണം, പൈസ കിട്ടാനുണ്ടോ? ഇല്ല, പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ ചെയ്യാത്തല്ല, ഞാൻ നാളെ വരാം എന്നോട് ഇങ്ങനത് നീട്ടിക്കൊണ്ട് അവസാനം ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇതിന് വന്നില്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുക. ഇത് ചേട്ടൻ്റെ കൂടി ഡബ് ചെയ്താലേ എനിക്കിത് ഫൈനൽ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ പിണങ്ങി ശരിക്കും. അങ്ങനെ അവസാനം പുള്ളി വന്ന് ചെയ്തു. ഞാൻ ഡബിങ് അറ്റൻഡ് ചെയ്തില്ല, ഞാൻ എൻ്റെ അസോസിയേറ്റിനെ വിട്ട്, കാരണം എനിക്ക് അത്രയും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞാൻ പിണങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 തവണ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി മരിച്ചു എന്ന് ആണ് നമ്മൾ അറിയണം. അപ്പോൾ ഞാൻ രാത്രി അന്ന് ദൂരെ എവിടെയാണ്, അവിടെ നിന്ന് മാളയിലേക്ക് രാത്രിയാണ് എത്തുന്നത്. അപ്പോഴേക്കും ശവസംസ്കാരം ഇല്ല, പിറ്റേ ദിവസമാണ് ശവസംസ്കാരം. ഞാൻ ആ മരിച്ച ദിവസം രാത്രി വീട്ടിലെത്തി. അപ്പോൾ ബോഡി അവിടെ മുറ്റത്ത് മറ്റേ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മകൻ മുത്തുവിന് പെട്രോൾ പമ്പൊക്കെയാണ് അവിടെ. ഇപ്പം പുള്ളി ഫാമിലീനെയൊക്കെ വെൽ സെറ്റിൽഡ് ആക്കി. മകളുടെ കല്യാണം നല്ല ഗുരുവായൂർക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർ നല്ല നിലയിലുള്ള ആൾക്കാരാണ്. മകന് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഈ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പട്ടാളം സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ഹിന്ദുവും ക്രിസ്ത്യാനിയും കല്യാണം കഴിച്ചാൽ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഡയലോഗാണ്. അതെപ്പോഴും അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്ത്യാനി ആയിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ്. ക്രിസ്ത്യൻ ആയിരുന്നു, അവർ പിന്നീട് കൺവേർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ കല്യാണം കഴിക്കുകയാണ്, ഹിന്ദു ആയിട്ട് കല്യാണം കഴിച്ചത്. അവരുടെ ലവ് മാരേജാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് പുള്ളി ഇത് പറയുന്നത്, ഹിന്ദുവും ക്രിസ്ത്യാനിയും കല്യാണം കഴിച്ചാൽ ഹിന്ദുസ്ഥാനി. അപ്പോൾ അങ്ങനെ മരിച്ചിട്ട് ഞാൻ കാണാൻ ചെന്നപ്പോൾ മുത്തു എന്നോട് പറയായിരുന്നു സുഖമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് 10-75 വയസ്സായിട്ടുള്ളൂ മരിക്കുമ്പോൾ, 75 വയസ്സ് കഷ്ടിയായിട്ടുള്ളൂ. അപ്പോൾ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ മരിക്കുമ്പോൾ അവരുടെ വയസ്സ് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. മാളച്ചേട്ടനൊക്കെ ഒരു 10-80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ കാണുന്നതാണല്ലോ. നമ്മൾ ചെറുപ്പം മുതലേ സിനിമയിൽ കാണുന്ന ഒരാൾ അന്ന് കാണുന്ന പോലെ തന്നെ അവസാന കാലത്ത് കാണുമ്പോഴും ഒരു തുള്ളി കഷണ്ടിയില്ല, ഒരു മുടി പോയിട്ടില്ല, നല്ല തിക്കായിട്ടുള്ള മുടി, രൂപത്തിൽ പ്രായം തോന്നിക്കുന്ന ഒരു ഘടകങ്ങളും ഇല്ല. കുറച്ച് കൂടുതൽ തടിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ പണ്ടുണ്ടായിരുന്ന അതേപോലെ തന്നെ, അതേ മൂക്ക്, അതേ മുഖം, അതേ മുടി ഒക്കെ ആയിട്ട് തന്നെയാണ് ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്ത് പറ്റി, പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖമില്ലാതിരുന്ന ആളാണല്ലോ, എന്ത് പറ്റിയാന്ന് വെച്ചപ്പോൾ മകൻ മുത്ത് പറയുക, പുള്ളിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഡയബറ്റിക് ആയിരുന്നു. അത് കൂടിയിട്ട് ഈ കാലിൻ്റെ അടിയിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെയാവും. എൻ്റെ അപ്പച്ചന് ഷുഗർ ഉണ്ടായിരുന്നു, പുള്ളിക്ക് അവസാന കാലത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാല് നിലത്ത് വയ്ക്കുമ്പോൾ ഉള്ള
നിലവുമായിട്ടുള്ള ഗ്രിപ്പ് ഉണ്ടല്ലോ അത് ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ അടിയിലത്തെ ഈ സ്പർശനം അറിയുന്ന സാധനങ്ങളൊക്കെ പിന്നെ ആക്ച്വലി നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് നടക്കാനൊന്നുമില്ല. പക്ഷെ ഈ അടിയിലുള്ള ഈ സ്പർശന സെൻസ് പോവും. പിന്നെ ഇത് സ്പോഞ്ച് പോലെയാവും കാലിൻ്റെ അടിയിൽ പതുപതിട്ട്. അപ്പോൾ ചവിട്ടുമ്പോൾ നിലത്ത് ചവിട്ടുമ്പോൾ ചിലർക്ക് ഇത് നമ്മൾ വീഴും എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഗ്രിപ്പില്ല എന്നൊരു തോന്നൽ. ആക്ച്വലി ഗ്രിപ്പൊക്കെ ഉണ്ട്, നടക്കുന്നത് കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെയാണ്. പക്ഷെ നടക്കുമ്പോൾ ഈ ഗ്രിപ്പില്ല എന്നുള്ളൊരു ഫീലിംഗ് ഭയങ്കരമായിട്ടുണ്ടാവും. മാളച്ചേട്ടന് ഉണ്ടായ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കുമ്പോൾ ഈ കാല് നിലത്ത് വയ്ക്കുമ്പോൾ ചെറിയൊരു വേദനയുണ്ടായിരുന്നു. അപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് മെല്ലെ 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 കാലെടുത്ത് വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ മാളയിലെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റില്ല. നടക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെറിയ പിള്ളേർ, അപ്പം മീശമാധവൻ തലമുറകൾ കൈമാറിയിട്ട് പുതിയ തലമുറയിലുള്ള പിള്ളേർക്കും ഒക്കെ മീശമാധവൻ നല്ല പരിചയമുള്ള ടി വിയിലൊക്കെ കണ്ടിട്ട് ഈ കുട്ടികൾ ഇയാൾ മാളച്ചേട്ടൻ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് മുള്ളാടിപ്പപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു കഥാപാത്രം അറം പറ്റിയ പോലെ മുള്ളാടിപ്പപ്പ നടക്കുന്ന പോലെയായിരുന്നു അവസാനം മാളച്ചേട്ടൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് ചീത്ത പറയും. അദ്ദേഹത്തിന് ഭയങ്കര ഇൻസൾട്ട്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു പോലും, ഏത് നശിച്ച നേരത്താണോ ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ മുത്തു പറഞ്ഞ അച്ഛൻ അങ്ങനെ പറയില്ല, അച്ഛൻ അത്രയും നല്ല ക്യാരക്ടർ ആയതുകൊണ്ടല്ലേ ആൾക്കാർ ഇത്ര കാലം കഴിഞ്ഞിട്ട് അത് ഓർത്തിരിക്കണം. അവരത് പറയുമ്പോൾ അച്ഛൻ എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത്? അതൊരു അപ്രീസിയേഷൻ ആയിട്ട് എടുത്താൽ പോരെ. ആ കഥാപാത്രം എപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ടെന്ന് വിചാരിച്ചാൽ പോരെ എന്നൊക്കെ മുത്തു അച്ഛനോട് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അത് എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടികൾ ഇങ്ങനെ മുള്ളാടിപ്പപ്പ എന്ന് വിളിക്കുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക. അങ്ങനെ കോയമ്പത്തൂർ ഒരു ഹാർട്ടിനൊരു പ്രോബ്ലം വന്നു. അങ്ങനെ ഈ നാട്ടിലൊന്നും വേണ്ട, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ വിളിക്കില്ല, സുഖമില്ല എന്ന് വെച്ചിട്ട് സിനിമയിൽ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രഹസ്യമായി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോയും. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് വീണ്ടും അറ്റാക്ക് വരിക, ആൾ മരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഒരു കാലഘട്ടം മുഴുവൻ ആളുകളെ ചിരിപ്പിച്ച ഒരാൾ, പിന്നീട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ക്യാരക്ടർ റോളുകൾ ചെയ്ത ഒരു നടൻ. അവർ ഒരു 75 വയസ്സൊക്കെ ആയിട്ടുണ്ട്. മാളച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കുടുംബം ഒറ്റ പൈസ ഉണ്ടാക്കിയ ഒരു പൈസ പോലും കളഞ്ഞിട്ടില്ലാത്ത ഒരാളാണ്. എല്ലാം ചേർത്ത് വെച്ച് അതൊക്കെ കൃത്യമായിട്ട് വിനിയോഗിച്ച് ഒരു പൈസ പോലും വൃഥ കളയാത്ത ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഭയങ്കര കുടുംബസ്നേഹിയായിട്ടുള്ളൊരു ആളായിരുന്നു. ഈ അവസാന കാലത്ത് നമ്മുടെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് ഇറിറ്റേറ്റഡ് ആക്കാൻ ഇടയായി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. എന്നെ ഈ തബല ഒന്ന് പഠിപ്പിച്ചു തരുമോ? തരാലോ. അനന്തുവിന്റെ കൂടെ അമേരിക്കയിൽ പോവാനാ. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. എന്നാ പ്രോഗ്രാം? ജൂൺ 15-ാം തീയതി. ഇന്നത്തെ ഡേറ്റ്? ജൂൺ 10. ഒരു കാര്യം ചെയ്യും, ഒരു ജൂൺ 14-ാം തീയതി വൈകിട്ട് ഇങ്ങോട്ട് പോരെ.